ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തപസ്സോടെ പുതിയ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞതുപോലെ നാളെ മറ്റന്നാൾ നരേന്ദ്രമോദി പറയില്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട. എനിക്ക് വിവേകാനന്ദപ്പാറയിൽ ഞാൻ തപസ്സിരുന്നപ്പോൾ, തപസ് എന്ന് പറയുമോ അല്ല പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനുഷ്യൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല, ജൈവപരമായിട്ടുള്ള ഒരു സൃഷ്ടിയല്ല, ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞയാൾ ഞാൻ തന്നെ ദൈവമാണ് എന്നും 4-ാം തീയതിക്ക് ശേഷം പ്രഖ്യാപിക്കുമോ എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ചിത്രം. രാഷ്ട്രീയം ഇതുപോലെ അധപ്പതിപ്പിച്ച, വർഗീയവൽക്കരിക്കുക എന്ന നിലപാട് സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാൾ ബോധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന് അപമാനകരമായ സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളിൽ ഒരു കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു വലിയ വാർത്തയായിട്ടൊന്നും പത്രമാധ്യമങ്ങളിൽ സ്ഥലം പിടിച്ചില്ല. അത് ശശി തരൂരിൻ്റെ PA-യുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. 1/2 കിലോ സ്വർണം